ഹായ് ഫ്രണ്ട്സ്, ചെറിയ ചെറിയ കൃഷി അറിവുകൾ പങ്കുവയ്ക്കുന്ന നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ചതും പരാജയപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് കൃഷിയുടെ കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനലിലൂടെ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വിയറ്റ്നാം എയർലി പ്ലാവ്, ഈ ഇനം പ്ലാവുകൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ. ഇന്ന് ഒരുപാട് പേര് വിയറ്റ്നാം എയർലി പ്ലാവ് വാങ്ങി വളർത്താനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് എളുപ്പത്തിൽ കായ്ക്കുന്നു, ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്തും വളർത്താൻ പറ്റും, ഏറ്റവും നന്നായിട്ട് ഭംഗിയായി വളരുന്ന ഒരു ഇനം എന്നൊക്കെ ആണ് നമ്മൾ കേട്ടിട്ടുള്ളതും കിട്ടിയിട്ടുള്ള അറിവുകളും. അത് വെച്ചിട്ടാണ് ആൾക്കാരെല്ലാം ഇത് വാങ്ങി വളർത്താനായിട്ട് താല്പര്യപ്പെടുന്നതും വളർത്തിക്കൊണ്ടിരുന്നുള്ളൂ. എന്നാൽ നമ്മുടെ കാലാവസ്ഥയിൽ, നമ്മുടെ മണ്ണിൽ ഇത് വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇവിടെയും നമ്മൾ കുറച്ച് തൈകൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൽ വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാണുക. വിയറ്റ്നാം എയർലി പ്ലാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ദോഷം, ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഫംഗസ് ബാധ ആണ്. അതെല്ലാവരും പറയുന്നതുമാണ്. അതിനെ ഒരു പരിധിവരെ നമ്മൾ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അതിനെ മാറ്റാൻ, അത് കേടില്ലാതെ നമുക്ക് അതിനെ വളർത്താൻ സ്വീകരിക്കേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത് അത് ഏറ്റവും വൃത്തിയായിട്ട് അതിനെ സംരക്ഷിക്കുക. അതായത് തോട്ടം, അത് വളർത്തിയിരിക്കുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക. ഫംഗസ് കയറാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ മണ്ണിൽ നിന്നാണ്. അപ്പോൾ മണ്ണിൽ നിന്ന് ഫംഗസ് ബാധിച്ച് നശിച്ചു പോകാതിരിക്കാനായിട്ട് നമ്മൾ പരിസരം, തോട്ടം വൃത്തിയാക്കുക, അല്ലെങ്കിൽ ചെടി നടുന്ന ഭാഗം പുല്ല് കയറി വൃത്തികേടാക്കി ചീഞ്ഞ് അളിഞ്ഞ് കിടക്കാതെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും സൂക്ഷിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. പിന്നെ വളർന്നു വരുന്ന സമയത്ത് അതിന് നല്ല രീതിയിൽ അതിന് ഫംഗസ് ബാധിക്കാതിരിക്കാൻ സാഫാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഉള്ള ഫംഗിസൈഡ്സ് എന്തെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുക, ചുവട്ടിലും മരം മുഴുവനായിട്ടും തടിയിലും ഒക്കെ. പിന്നെ അത് വളർന്ന് കഴിഞ്ഞ് ചക്കയൊക്കെ ഉണ്ടായി കഴിയുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഇടവിട്ട് ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഫംഗസ് ബാധിച്ചിട്ട് അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യുക അല്ല വേണ്ടത്. നമ്മൾ ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നിരന്തരം നമ്മളിതിനെ ഒരു ശ്രദ്ധ കൊടുത്താൽ ഫംഗസിനെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ, നല്ല രീതിയിൽ മരത്തെ വളർത്താൻ കഴിയും. ഇവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന ഇവിടെ കാണപ്പെടുന്ന ഒരു കേട്, എല്ലാവരും പറയുന്നതാണ് അതിൻ്റെ എന്താണ് പ്രശ്നം, എന്താണ് അതിന് പരിഹാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കും അതിനൊരു പ്രത്യേക രീതിയിൽ നല്ലൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ അത് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇല ചുരുളുന്നുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും നല്ല വലിപ്പമുള്ള, നല്ല കടും പച്ച കളറിലുള്ള ഇല എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരി തന്നെയാണ്. നല്ല രീതിയിൽ വളർത്തിയാൽ ഏറ്റവും ഭംഗിയായിട്ട് വളരുന്നതാണ് കുട പോലെ. അതായത് ഇതിൻ്റെ ബ്രാഞ്ചസ് മാക്സിമം ഒരു 4.5 അടി 5 അടിയിൽ മാക്സിമം വരുള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും വന്നാൽ അത് ക്രോപ്പ് ചെയ്ത് വൃത്തിയാക്കി റൗണ്ടാക്കി നിർത്തിയാൽ, ഉയരം ഒരു 12 അടി 15 അടി വെച്ചിട്ട് ക്രമീകരിച്ച് നിർത്തിയാൽ ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. നമുക്കിത് വിളവെടുക്കുന്നതിനും കീടബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുമൊക്കെയാണ് ഈ ഉയരം ക്രമീകരിക്കണം എന്ന് പറയുന്നത്. ഉയരത്തിലേക്ക് വളർന്നു പോയാൽ പല ദോഷങ്ങളും വരും. അത് കാറ്റടിച്ചാൽ ഒടിഞ്ഞു പോവും. അതുപോലെ പിന്നെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉയരം ക്രമീകരിച്ച് നിർത്തണമെന്ന് പറയുന്നത്. അത് നമ്മളെ വീഡിയോകളിലൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴും ഇവിടെ നമുക്ക് തോട്ടത്തിലേക്ക് നടന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇല ചുരുണ്ട് കാണുന്നുണ്ട്. അതിന് പ്രതിവിധി നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിനെ ശരിക്ക് അതിനെ നിയന്ത്രിക്കണമെങ്കിൽ വിഷം അടിക്കുക തന്നെ വേണം. ഇവിടെ വിഷം അടിക്കുന്നില്ല, അല്ലാതെയുള്ള പ്രതിവിധികൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഒരു നല്ല ഒരു ഫലം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആരോട് ചോദിച്ചാലും ജൈവ രീതിയിൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കീടനാശിനികളുടെ കാര്യങ്ങളൊക്കെ പറയും. വേപ്പെണ്ണ അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ് ഇതിന്. അതായത് പലതരത്തിലുള്ളതുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു വെള്ള കളറിലുള്ള ചെറിയ പൊടി പോലെയുള്ള ചെറിയ ജീവികളാണ്. അത് ജീവനുള്ളതാണ്. അത് നമ്മൾ ഇല തുറന്നു കഴിഞ്ഞാൽ പറന്നു പോകും. നമ്മളെന്തെങ്കിലും ഒരു കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്താൽ, നമ്മുടെ കാലാവസ്ഥ അറിയാമല്ലോ, ഇപ്പം മഴയൊക്കെ മാറിയ സമയമാണ്. നമ്മൾ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് അത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ എന്താണ് നിംബിസിഡാൻ എന്ന് പറയുന്ന ഒരു കീടനാശിനി, അത് സാധാരണ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കുള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ പിന്നെ വെള്ളീച്ച പോലുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് പിന്നെ മരുന്ന് ഫലപ്രദമാണ്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ സമ്മതിക്കില്ല. നമ്മൾ ഇവിടുന്ന് അത് 2-3 മരത്തിലൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അടിച്ചു. അത് അടിച്ച് മാറിയ ഉടനെ തന്നെ പെട്ടെന്ന് മഴക്കാർ കയറി മഴ പെയ്തു.
അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള കീടങ്ങൾ നമ്മൾ ജൈവ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് തോട്ടം, അതിനടുത്ത് വലിയ തെങ്ങുകളും അതുപോലെ പിന്നെ പരിസരത്ത് കാട് പിടിച്ച സ്ഥലവും ഒക്കെയാണ്. നമ്മൾ എന്തെങ്കിലും ജൈവ കീടനാശിനികളൊക്കെ കൊണ്ട് അടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ നമ്മുടെ കൃഷികൾ, പച്ചക്കറികൾ, തക്കാളി, വെണ്ട, അതുപോലെ പിന്നെ മുളക് പോലുള്ളതൊക്കെ ചെറിയ ചെറിയ കൃഷികളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ ഇതുപോലുള്ള മരത്തിൽ നമുക്ക് കൊടുത്താൽ അത് ബലമാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ജീവികളൊന്നും നമ്മൾ പറയുന്ന കീടനാശിനികൾ കൊണ്ട് പിന്നെ ചത്തുപോവുക, നശിച്ചു പോവുക അല്ല ചെയ്യുന്നത്. അതൊന്ന് മാറി നിൽക്കും, അടുത്ത ഇതിലേക്ക് പോകും. വെള്ളീച്ചയാണെങ്കിൽ ഇവിടെ പേര കഴിഞ്ഞ വർഷം നമ്മൾ വെട്ടി നശിപ്പിക്കുക 150 മൂടോളം പേര നമ്മൾ ചെയ്തു. അതൊക്കെ നമ്മൾ ചാനലിലൊക്കെ കൃഷി കാണിച്ചതുമൊക്കെയാണ്. അതിന് വിളവ് നല്ലപോലെ ഉണ്ടാവും, പക്ഷെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, നമ്മളത് പരാജയപ്പെട്ടു. പിന്നെ എന്താണ്, പിന്നെ തായ്ലൻഡ് പിങ്ക് എന്ന് പറയുന്ന ഇനം നല്ല വലിയ പേരയ്ക്ക, ഒരു കിലോയുടെ അടുത്ത്, അതായത് 650-700 ഗ്രാമുള്ള നല്ല രുചിയുള്ളതൊക്കെയാണ്. അതൊക്കെ ഇതാണ് കീടങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ കിളിശല്യവും നിയന്ത്രിക്കാനേ കഴിഞ്ഞില്ല. വെള്ളീച്ചയുടെ പ്രശ്നങ്ങൾ അത് നമ്മൾ പിന്നെ കീടനാശിനികൾ, വിഷം അടിക്കാതെ ഉള്ള കീടനാശിനികൾ, വിഷം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ പിന്നെ ജൈവ രീതിയിലുള്ള കീടനാശിനികൾക്കെല്ലാം വലിയ വിലയാണ്. ആ വില കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന കീടനാശിനികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഒരുപാട് എണ്ണം നമ്മൾ പരീക്ഷിച്ചു, ഒക്കെ റിസൾട്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. റിസൾട്ട് ഉണ്ട്, പക്ഷേ ഇതൊന്ന് ചാടി മറിഞ്ഞ് നമ്മളെ കിളി കളിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി ഈ കീടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചാടി കടിക്കും. ഇത് പിന്നെ മുഞ്ഞ, അതുപോലെ പിന്നെ വെള്ളീച്ചയൊക്കെ പറഞ്ഞിട്ട് പറന്ന് വലിയ തെങ്ങിൻ്റെ ഓലയിൽ പോയി പറ്റിയിരിക്കും. അത് പിന്നെ ഈ തെങ്ങിൻ്റെ ഓലയിലും പേരയിലും ഒക്കെയാണ്, അതുപോലെ മുളക് കൃഷിയിലും ഒക്കെയാണ് വെള്ളീച്ചയുടെ ഇത്. അതിൻ്റെ ഏറ്റവും സുഖമായിട്ടിരിക്കുന്ന അതേലാണ്. അപ്പോൾ അത് പറന്ന് മറ്റുള്ള മരങ്ങളിലേക്ക് പറ്റിയിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ മണം പോകുമ്പോഴത്തേക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ വരും. നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതിനെ കൊല്ലണമെങ്കിൽ അതിനെ നമ്മൾ കടുത്ത വിഷം തന്നെ കൊടുക്കണം. നമ്മൾ വിഷം പറമ്പിൽ ഉപയോഗിക്കുന്നില്ല, അല്ലാതെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ കുറേ പറഞ്ഞു. നമുക്ക് നമ്മുടെ പ്ലാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് നടന്നു കാണാം. ഇതൊന്ന് ശ്രദ്ധിച്ച്, ഇതുപോലെയാണ് നമ്മുടെ പ്ലാവിൻ്റെ തലപ്പ്, ഇളം തലപ്പുകൾ ചുരുണ്ട് വരുന്നത്. തളിരുകളാണ് ഇങ്ങനെ ചുരുളുന്നത്. ഇത് നമ്മൾ നിവർത്തി നോക്കിയാൽ ഇതിനകത്ത് വെള്ള പൊടി പോലുള്ള ജീവിയെ കാണാം, അല്ലെങ്കിൽ പച്ച കളറിലുള്ള പുഴുക്കളെ കാണാം, പതയോട് കൂടിയിട്ട്. ഈ കേടാണ് വിയറ്റ്നാം എയർലിക്ക് നമ്മൾ വ്യാപകമായിട്ട് കണ്ടുവരുന്നത്. എല്ലാവരും പറയുന്ന ഒരു കേടാണിത്. ഇത് നിയന്ത്രിക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിഷം അടിച്ച് അതിനെ നശിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള മരങ്ങൾക്ക്, ഈ പറയുന്ന രീതിയിലുള്ള കൃഷികൾക്ക് ജൈവ കീടനാശിനികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴുള്ള കാലാവസ്ഥ സ്റ്റഡിയല്ല. നമ്മൾ ഇത് രാവിലെ അടിച്ചാൽ അല്ലെങ്കിൽ വൈകുന്നേരം അടിച്ചാൽ രാത്രി മഴ പെയ്യും, അത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നിയന്ത്രിക്കാനേ പറ്റില്ല. അതേപോലെ പിന്നെ ജൈവ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ കാശ് പോയി കിട്ടും, അതാണ് സ്ഥിതി. ഇതിനൊരു ചെറിയ മണവും ഒക്കെ ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് അത് ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും, പുല്ലയിലോട്ടും തെങ്ങയിലോട്ടും ഒക്കെ മാറി നിൽക്കും. തിരിച്ച് അതിൻ്റെ ഒരു ദിവസം കഴിയുമ്പോഴത്തേന് അതിൻ്റെ മണവും ഗുണമൊക്കെ പോകുമ്പോഴേക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ ചാടിക്കയറി വരും. ഇത് നശിക്കുന്നില്ല ഒരിക്കലും. ജൈവ കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് മറ്റുള്ള വിഷം അടിക്കുന്നത് പോലെ നശിച്ചു പോകുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മരത്തിൻ്റെ സ്ഥിതി. ഇത് കാണുമ്പോൾ ഉള്ള വിഷമം. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഓരോ മരങ്ങൾ കാണുമ്പോഴൊക്കെ ഇതിൻ്റെ തലപ്പൊന്ന് വെട്ടിക്കളയും. ചെറിയ ചെറിയ ക്രോപ്പ് ചെയ്യുന്ന പിന്നെ തോട്ടിയുണ്ട്, അതുകൊണ്ട് ഈസി ആയിട്ട് അത് ഇല നമ്മൾ ആട് വളർത്തുന്നവർ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ നിർത്തി അതിനെ പുതിയ ഇല ഉടനെ തന്നെ വരും. ഇത് പ്ലാവ് എളുപ്പം പൊട്ടിക്കെളുത്ത് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വൃത്തിയാക്കി വരുന്നു. അത് പിന്നെ ഈ മരങ്ങൾ നല്ല കരുത്തോടെ നിൽക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതേപോലെ നിൽക്കുന്ന മരങ്ങൾക്ക് ഇത് ഇലയൊന്ന് ചുരുണ്ട് നിന്നാലും നമുക്ക് കുഴപ്പമില്ല. അത് അങ്ങനെ നമ്മൾ ആശ്വസിക്കുന്നെന്ന് മാത്രം. ഓക്കെ, പറഞ്ഞു വരുന്നത്, നമ്മുടെ കൃഷിയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ, കീടബാധയുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, പുഴുശല്യം, അതുപോലെ വെള്ളീച്ച പോലുള്ളതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ജൈവ രീതിയിൽ ചിന്തിക്കുമ്പോൾ, ജൈവ കൃഷി എന്നുള്ള രീതിയിൽ നമ്മൾ വിഷമൊന്നും അടിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളും കൂടെ പറഞ്ഞുതരാം. അത് വിഷം ഒന്നും അടിക്കാതെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഒന്നാമത് എല്ലാ കീടനാശിനികൾക്കും പൊന്നും വിലയാണ്. കാരണം ഈ രീതിയിൽ ചിന്തിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ആണ് കമ്പനികളെല്ലാം ഇത് വില കൂട്ടിയിട്ട് വിൽക്കുന്നത്. ഇതൊന്നും കൊണ്ടുപോയിട്ട് നമ്മൾ നന്നാവില്ല എന്ന് തീരുമാനിച്ചിട്ടാണോ എന്നറിയില്ല. ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞുതരാം. ഇത് പവർ പ്ലാന്റ് എന്നാണ് കമ്പനി പേര്, ഗ്രീൻ പ്ലാനറ്റ്. ഇവരുടെ മരുന്നുകളാണ്, കീടനാശിനികളാണ്
സ്വർണ്ണ വിലയുള്ളത്. ഇത് നമ്മൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ പേര കൃഷി ചെയ്തപ്പോൾ ഇത് 3 വർഷം സൂക്ഷിപ്പ് കാലാവധി ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഒരു വർഷം അയാൾ വാങ്ങിയിട്ട് 1 വർഷം മുമ്പ് ഒന്നിച്ച് ഒരു ഓർഡറായിട്ട് കൊടുത്തിട്ട് വാങ്ങിയാണ് ഒരു 6500 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. എൻ്റെ അഭിപ്രായത്തിൽ അതിനൊന്നും ബലമില്ലാന്നൊന്നും കമ്പനിയെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മളുടെ സാഹചര്യത്തിൽ നമ്മൾ കാശ് കളയുക എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രോ ബാഗിൽ അതുപോലെ ചട്ടിയിലൊക്കെ വളർത്തുന്ന ചെറിയ സംഭവങ്ങൾക്കൊക്കെ ഇതൊക്കെ പിന്നെ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് 100 മില്ലി ഉള്ള ഒരു ബോട്ടിൽ ഇവരുടെ വില ഇത് പറഞ്ഞിട്ട് പെസ്റ്റോ ഹിറ്റ് എന്നാണ്, ഹൈലി എഫക്റ്റീവ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ വില പറയുന്നത് 675 രൂപയും ടാക്സും വരും. ഒരു ബില്ല് അടിച്ചിട്ട് ഇവിടെ അയച്ചു വന്നപ്പോൾ 675, ഏതായാലും ഒരു 725 രൂപ കൊടുത്താൽ കിട്ടുന്നത് 100 ml. ഇത് നമ്മൾ അടിച്ചിട്ട് എത്ര കീടങ്ങളെ നശിപ്പിക്കാൻ കഴിയും ചിന്തിക്കണം. അതൊന്ന് അവരുടെ തന്നെ പവർ ഇത് പറഞ്ഞിട്ട് വേറൊന്ന് പവർ പ്ലാന്റ് ഇത് 200 ml ആണ്. ഇത് വേറൊരു മരുന്ന്. അതുപോലെ തന്നെ പുഴുശല്യം അതൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പറഞ്ഞത്. ഇത് 425 രൂപയും പിന്നെ ടാക്സും അതായത് ബില്ല് വരുന്നത്. ഇതാ വേറൊന്ന് ഇത് പറഞ്ഞിട്ട് ഓർഗോമൈറ്റ്, അതായത് ഇതും അതായത് പടത്തിലൊക്കെ കാണുന്നത് കീടങ്ങളെ ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള കണക്കിൽ ഉപയോഗിക്കേണ്ടതാണ്. 200 ml ഉള്ള ബോട്ടിലിന് വരുന്നത് 675 രൂപയും ടാക്സുമാണ്. ഇതേപോലെ കുറേ ബോട്ടിലുകൾ ഉണ്ട്. അവിടെ ഒരു 7 ഐറ്റം ഉണ്ടായിരുന്നു. ഇവരുടെ ഫംഗിസൈഡ് പൗഡർ മറ്റേ ഫംഗസിന് വേണ്ടിയിട്ട് അത് എഫക്റ്റീവാണ്, ഇല്ലെന്നും പറയാൻ പറ്റില്ല. എങ്ങനെ വില താങ്ങും? 1 കിലോയുടെ ഒരു പാക്കറ്റ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് 1275 രൂപയായിരുന്നു വില. കാരണം പിന്നെ അത് ബലമില്ലെന്നൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം ഞാനത് ഉപയോഗിച്ചിരുന്നു. ഫംഗസിനെ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയും സ്പ്രേ ചെയ്യുക. എന്നാലും നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്നൊക്കെ കണക്കാക്കിയിട്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ 1 കിലോ കൊണ്ട് എത്ര മരത്തേല അടിക്കാൻ കഴിയും? മരമായിട്ടുള്ളത് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിച്ച് മുതലാക്കാൻ പറ്റില്ല. ഇനിയും പറഞ്ഞ് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ 100 ml മറ്റേ നിംബിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റയുടെ മരുന്ന്, അത് വെള്ളിച്ചയ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നതാണ്. ചെറിയൊരു വേപ്പെണ്ണയുടെ മണവും ഒക്കെ ഉണ്ടാവും. അതുപോലും ഇല്ല. ഈ മരുന്നൊക്കെ നോക്കുവാണെങ്കിൽ വെറും ഗോമൂത്രത്തിന്റെ മണം. ഗോമൂത്രം നമ്മൾ കളിക്കിയാൽ എന്താണോ അതാണ് ഇതിനകത്ത്. മനുഷ്യനെ എങ്ങനെയാണ് പിന്നെ മുതലാക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ ആരുമില്ല. കാരണം ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്താനായിട്ട് ശ്രമിച്ചാൽ, നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, വിഷം അടിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പം അത് പിന്നെ നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ കുറേ കൃഷികൾ നശിച്ചു പോകുന്നുണ്ട്. വെള്ളിച്ചയുടെ ആക്രമണവും കിളിശല്യവും കൊണ്ട് മാത്രം പേര നമ്മൾ ഒഴിവാക്കി. വിളയില്ലാഞ്ഞിട്ടൊന്നുമല്ല, നമുക്കത് വില എടുത്തിട്ട് നമുക്കൊരു ആൾക്ക് കൊടുക്കാനോ പിന്നെ ഒരു കടയിൽ കൊടുക്കാനൊന്നും കഴിയില്ല. ഇതൊക്കെ മാർക്കറ്റിൽ വരുന്നത് വിഷത്തിൽ കുളിപ്പിച്ചിട്ടുള്ള സാധനമാണ്. ഇവിടെ കിലോ വെയിറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന പേരകളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ആ നാട്ടിലെങ്ങും ഒരു ഈച്ച പോലും ഇല്ലാത്ത രീതിയിൽ വിഷം അടിച്ച് കുളിപ്പിച്ച് കൊണ്ടിരുന്നതാണ്. അതിനൊന്നും നമുക്ക് മത്സരിച്ചിട്ട് നമുക്കിവിടെ കൊടുക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല കായൊക്കെ ഉണ്ടാക്കി നോക്കിയാലും നമുക്കത് പിന്നെ നമുക്കത് തൃപ്തിയില്ല. അതുകൊണ്ട് നമ്മൾ വെട്ടി നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ ചക്കയുടെ കാര്യം അത് തന്നെ. ചക്ക ഇപ്പോൾ നമ്മൾ പിന്നെ തോട്ടത്തിലേക്ക് പിന്നെ നോക്കിയാൽ കാണാം, ഇലയൊക്കെ ചുരുണ്ടാണ് നിൽക്കുന്ന, ഭംഗിയൊന്നുമില്ല. എല്ലാവരും ചോദിക്കും എന്താണ് ഇല പിന്നെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നത്. മറ്റുള്ള പ്ലാവ് നാടന് അതുപോലെ തന്നെ ബഡിനങ്ങളാണെങ്കിലും വേറെ ഉള്ള ഇനങ്ങൾക്ക് ഇത്രയും വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പിന്നെ വിയറ്റ്നാം മേഖലയിൽ മാത്രം ഇങ്ങനെ ഇല പുഴുശല്യം അതുപോലെ കീടശല്യം പ്രാണികളുടെ ശല്യമൊക്കെ വരുന്നെന്ന് നമുക്ക് പഠിക്കുന്നതേ ഉള്ളൂ. അത് പിന്നെ നമ്മുടെ കുള്ളന്തെങ്ങിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ മാതിരി ചെല്ലി ആക്രമണം കുള്ളന്തെങ്ങിൽ കൂടുതലായിട്ട് കാണുന്നില്ലേ എന്ന് പറഞ്ഞ മാതിരി നാടനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞ മാതിരിയുള്ള സംഭവങ്ങളാണ്. പക്ഷെ പിന്നെ നല്ല മരം നമുക്ക് നല്ല കരുത്തായിട്ട് വരുമ്പോൾ ഈ ചെറിയ കീടബാധയൊന്നും അതിനെ പിന്നെ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ വലിയ മരങ്ങളാണ്, ഒരു മാതിരി കരുത്തുള്ള മരമായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരുണ്ട് നിൽക്കുന്ന തലപ്പിൽ ഏറ്റവും പിന്നെ ഇളം ഇലകളാണ് ചുരുളുന്നത്. ശരിക്കും ആ ഇലകൾ നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോട്ടിക്കൊണ്ട് നമ്മൾ ഒരു ഭാഗം നമ്മൾ ചെയ്ത് തീർത്ത് അങ്ങനെ കാണുമ്പം ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഇത് ക്രോപ്പ് ചെയ്ത് ഇല പുതിയത് വന്നോളൂ. പ്ലാവിനെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് ഇല വരികയും അത് പിന്നെ മൂത്ത് പഴുത്ത് പൊഴിയുകയും ചെയ്യുന്ന ഒരു ഇനമാണ്, ഒരു വിളയാണ് പ്ലാവ്. അതുകൊണ്ട് പ്ലാവിൻ്റെ ഇല എങ്ങനെ നിന്നാലും നമുക്കൊരു പിന്നെ ഇതില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മൂത്ത് പൊഴിഞ്ഞ് വരും, പുതിയ തളിർ വരും, നന്നായിരിക്കുന്നു. എന്നാലും നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനത് ശ്രമിക്കുന്നത്. ഇതാണ് ജൈവ കീടനാശിനിയെ പറ്റിയിട്ട് നമുക്കുള്ള അഭിപ്രായം. ഇതാണ് ജൈവ കീടനാശിനികൾ എല്ലാം മോശമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കാലാവസ്ഥയിൽ അത് പ്രയോഗിച്ചുകൊണ്ട് വരുമ്പോൾ എത്ര കണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ ഫലവൃക്ഷങ്ങൾ വലുതായാലൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് പിന്നെ നമുക്കത്
ഈ മുടക്കുന്ന കാശിന് മുതലാവില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതൊന്നും വാങ്ങിച്ച് അടിച്ചിട്ട് നമുക്കൊരു റംബുട്ടാനായാലും പിന്നെ അതുപോലെ പ്ലാവായാലും ഒന്നും വളർത്തി അതിൻ്റെ കീടങ്ങളെ ഒന്നും നശിപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം ഇതിൻ്റെയൊക്കെ വില ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ഒരു ബോട്ടിൽ 675 രൂപയാണ്. ഇത് 200 ml ആണ്. ഈ ml 5 ml വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി എത്ര ഇലയിൽ അടിക്കും? അങ്ങനെ നമുക്ക് ശ്രമിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ആൾക്കാർ ജൈവ കൃഷി എന്ന് പറയുമ്പം ആൾക്കാർ ഇതിൽ വീണോളും. ഇത് സർക്കാരൊന്നും ഇതിനെ ഒന്നും നിയന്ത്രിക്കുന്നില്ല. എല്ലാവരും പറയുന്നു ജൈവ രീതിയിൽ കൃഷി ചെയ്തു, വിഷം അടിക്കരുത്, വിഷത്തിൽ കുളിപ്പിക്കാതെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ.